മഞ്ജു ശബരിമലയിൽ ആദ്യം ഒരു പ്രാവശ്യം കയറി. സ്ത്രീകളെ കയറ്റണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയോ മഞ്ജുവിനെ കയറ്റി. അത് കഴിഞ്ഞ് മഞ്ജു തടയപ്പെട്ടു. വീണ്ടും മുടി നരപ്പിച്ച് വീണ്ടും അവിടെ കയറി. സന്നിധാനത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. ഒരു 2-3 വർഷത്തിനകത്ത് മഞ്ജു ഗുരുതരമായ ഒരു അപകടം സംഭവിച്ച് ചാത്തന്നൂർ വീട്ടിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ചാത്തന്നൂർ ബസ് സ്റ്റാൻഡിനടുത്താണ്. അപ്പൊ മഞ്ജുവിനെ അവിടെ എത്തിച്ചത് ആരാണെന്നും എന്താണ് അതിന്റെ പിന്നിലെന്നും, അയ്യപ്പൻ എന്ന് പറഞ്ഞ ആ ഒരു ദൈവം അല്ലെങ്കിൽ ആ വിശ്വാസം, ആ ഒരു ശക്തിക്ക് കഴിവുള്ളതുകൊണ്ടാണ് ഈ മഞ്ജുവിന് വലിയ അപകടം സംഭവിച്ചത്. അല്ല, ഇത് സംശയമല്ല. ഇവൻ അന്ന് ചെയ്തത് വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. ഏതെങ്കിലും ദൈവത്തെയോ സങ്കല്പത്തെയോ തൊട്ടാൽ, അവർക്കെതിരെ സംസാരിച്ചാൽ, അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ പണി കിട്ടും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ KGF നായകൻ റോക്കി ഭായിയാണ് ദൈവമായിട്ട് കാണേണ്ടത്. കാര്യം മഞ്ജു ഇപ്പൊ എത്ര വയസ്സായെന്ന് എനിക്കറിയില്ല. മഞ്ജു നാളെ മാളികപ്പുറമായി വന്നാൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ വിശ്വാസികൾ അവരെ പൂർണ്ണമായി സ്വീകരിച്ച് കയറ്റും. ശബരിമലയുടെ അയ്യപ്പ വിശ്വാസം തച്ച് തകർക്കാൻ വേണ്ടി അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രമേ അവരോട് വിരോധമുള്ളൂ. നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് ശബരിമല തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ഇതിന്റെ ഏറ്റവും അടുത്തതായിട്ട് കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത തന്നെ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് മഞ്ജു എന്ന് പറയുന്ന ഒരു 36 വയസ്സുള്ള സ്ത്രീ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിലേക്ക് ഓടിക്കയറാൻ വേണ്ടി വേഷം മാറിയതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോ ആ ഒരു വിഷയം സംസാരിച്ചു വരുമ്പോൾ ഇന്ന് അവരുടെ അവസ്ഥയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ആരോഗ്യസ്ഥിതി മോശമായി ഒരാൾ തിരിഞ്ഞു പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന അവരുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അയ്യപ്പന്റെ ശാപമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയാൻ അർഹനായിട്ടുള്ള ഒരാൾ രാഹുൽ ഈശ്വർ തന്നെയാണ്. നമുക്കറിയാം, ശബരിമല സ്ത്രീ പ്രവേശന സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ള രാഹുൽ ഈശ്വർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, കേട്ടായിരുന്നോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട്? ഞാൻ കേട്ടിരുന്നു, മലയാളി വാർത്തയെന്ന് തന്നെയാണ് കേട്ടത്. അതിൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇത് ഭക്തരും വിശ്വാസികളും എല്ലാ മതവിശ്വാസികളും ശ്രദ്ധിക്കണം. ഏതെങ്കിലും ദൈവത്തെയോ സങ്കല്പത്തെയോ തൊട്ടാൽ, അവർക്കെതിരെ സംസാരിച്ചാൽ, അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ പണി കിട്ടും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ KGF നായകൻ റോക്കി ഭായിയാണ് ദൈവമായിട്ട് കാണേണ്ടത്. KGF നായകൻ റോക്കി ഭായിക്കെതിരെ ആരെങ്കിലും കണ്ണുയർത്തിയാൽ ആ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയും കൈ ഉയർത്തിയാൽ ആ കൈ വെട്ടിക്കളയുകയും അവർക്കെതിരെ ശബ്ദം ഉയർത്തിയാൽ ജീവിതം തകർത്തുകളയും ചെയ്യുന്നത് റോക്കി ഭായിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാഫിയ ഡോണോ അല്ലെങ്കിൽ ഏതെങ്കിലും കള്ളക്കടത്ത് കൊള്ള സംഘം തലവനുമാണ്. ദൈവം എന്ന് പറയുന്നത് കരുണയും നന്മയും പരസ്പര ഐക്യവും യോജിപ്പും ഒക്കെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടില്ല എന്നല്ല. തീർച്ചയായും തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ടാകും, നീതി ഉണ്ടാകും. പക്ഷെ ദൈവം പ്രതികാരം ചോദിക്കുന്നൊരു ദൈവമല്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയുന്നത്, അലങ്കാരികമായി പറയുന്നുണ്ട്, കുരിശിൽ കയറ്റുന്നവർക്ക് കൂടെ വേണ്ടി പ്രാർത്ഥിച്ച ആളാണ് യേശു ക്രിസ്തു. തന്നെ കുരിശിലിട്ടവർക്ക് കൊണ്ട് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. അല്ലെങ്കിൽ തന്നെ കൊല്ലാൻ വന്ന ഗോഡ്സെക്ക് എന്റെ കൂടെ ഒന്ന് താമസിക്കുക, നമുക്ക് അഭിപ്രായം പറഞ്ഞ് ശരിയാക്കാമെന്ന് പറഞ്ഞ ആളാണ് മഹാത്മാഗാന്ധി. അതേപോലെ തന്നോട് യുദ്ധം ചെയ്ത വാവർ, അയ്യപ്പനും വാവരും തമ്മിൽ യുദ്ധത്തിലൂടെയാണ് കാണുന്നത്. ലോക ചരിത്രത്തിൽ അയ്യപ്പന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റുകളിൽ ഒന്ന്, സാധാരണ യുദ്ധം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എയും ബിയും യുദ്ധം ചെയ്തു. ഒന്നെങ്കിൽ A Bയെ കൊല്ലും, അല്ലെങ്കിൽ B Aയെ കൊല്ലും. ഇതാണല്ലോ യുദ്ധത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്. പണ്ടത്തെ യുദ്ധമാണ്, ഇന്നത്തെ പണ്ടത്തെ യുദ്ധത്തിൽ. അല്ലെങ്കിൽ A Bയെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ Bയെ നാട് കടത്തും, അല്ലെങ്കിൽ Bയെ ഇല്ലാതാ. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. പക്ഷെ അയ്യപ്പനും വാവരും യുദ്ധം ചെയ്ത് കഴിയുമ്പോൾ അയ്യപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ടായി മാറുകയാണ് വാവർ ചെയ്യുന്നത്. അതാണ് ദൈവികത. അയ്യപ്പനും വാവരും, അയ്യപ്പൻ വാവരംഗം എന്നാണത് പറയുന്നത്. അയ്യപ്പനും വാവരംഗവും കഴിഞ്ഞപ്പോൾ അയ്യപ്പന്റെ ഏറ്റവും നല്ല ആത്മസുഹൃത്തായി മാറി. അയ്യപ്പന് വേണ്ടി പല പോരാട്ടങ്ങളിലും പങ്കെടുത്ത ആളായി വാവരസ്വാമി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ദൈവം പണിയെന്നാണെന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെ അയ്യപ്പൻ പണി കൊടുക്കുന്ന ഒരു ദൈവമല്ല. ഇത് തത്വചിന്തയും ദർശനവും അല്ല. പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഓളോ തന്ത്രശാസ്ത്ര പ്രകാരം അയ്യപ്പൻ മറ്റേ ഉഗ്രമൂർത്തി അല്ല, രൗദ്രമൂർത്തി അല്ല. അതായത് അമ്പലങ്ങളിലെ പ്രതിഷ്ഠകൾക്ക് ഓരോ രീതിശാസ്ത്രങ്ങളുണ്ട്. ശബരിമലയിൽ ഇരിക്കുന്ന സ്വാമി അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചരി ഭാവത്തിലിരിക്കുന്ന, യോഗമുദ്ര ഭാവത്തിലിരിക്കുന്ന, യോഗിയായ ധ്യാനിക്കുന്ന അയ്യപ്പനാണ്. അങ്ങനെ അയ്യപ്പൻ പ്രതികാരം ചെയ്യുന്നതല്ല. രണ്ട്, ഈ മഞ്ജു എന്ന് പറയുന്ന ആ വ്യക്തിക്ക് എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ വേദന രേഖപ്പെടുത്തുന്നു. നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം മഞ്ജുവിന് ചെയ്യണമെങ്കിൽ ചെയ്യാം. കാര്യം മഞ്ജു ഇപ്പൊ എത്ര വയസ്സായെന്ന് എനിക്കറിയില്ല. മഞ്ജു നാളെ മാളികപ്പുറമായി വന്നാൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ വിശ്വാസികൾ അവരെ പൂർണ്ണമായി സ്വീകരിച്ച് കയറ്റും. ശബരിമലയുടെ അയ്യപ്പ വിശ്വാസം തച്ച് തകർക്കാൻ വേണ്ടി അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രമേ അവരോട് വിരോധമുള്ളൂ. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ടൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ നമ്മളാൽ ചെറിയ രീതിയിൽ പറ്റുമെങ്കിൽ പറഞ്ഞാൽ ആ മഞ്ജുവിനെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. മഞ്ജു അത് കഴിഞ്ഞ് വിശ്വാസി എന്ന രീതിയിൽ പറയുകയാണ്, കുറച്ച് കഴിഞ്ഞ് ശബരിമലയിലുള്ള 12 മുതൽ 50 വയസ്സ് വരെയുള്ള പ്രായനിയന്ത്രണത്തിന്റെ പ്രശ്നം കഴിഞ്ഞ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മഞ്ജുവിന് സൗഖ്യം ഉണ്ടാവും. ഇനിയും അങ്ങനെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്ത ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയാലും മതി.
ഇതില് കേരള ദളിത് ഫെഡറേഷന്റെ ഒരു അംഗമാണ്. അന്ന് സജീവമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഈ പറയുന്ന മഞ്ജു എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു വാർത്ത ഇട്ടതിനു ശേഷം ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അതില് രാമഭദ്രൻ എന്ന് പറയുന്ന ഒരു പേരാണ് ഏറ്റവും കൂടുതൽ എടുത്തു കേൾക്കുന്നത്. ദളിത് ഫെഡറേഷൻ രാമഭദ്രൻ സാർ കേട്ടു. അപ്പോ ഇത് ഒരു വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് സമരം ചെയ്തിട്ടുള്ള ശബരിമലയിലെ ഒരു ആക്ടിനെ അടക്കം സമരത്തിനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ ശബരിമലയിൽ ആ ഒരു സമരത്തിലെ ഓർത്തെടുക്കുമ്പോൾ എങ്ങനെയാണ്? അല്ല, ഇത് സംശയമല്ല. ഇവർ അന്ന് ചെയ്തത് വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. പക്ഷെ നമ്മളെ വ്രണപ്പെടുത്തുന്നവരെ തിരിച്ച് വ്രണപ്പെടുത്തുന്നവരല്ല വിശ്വാസികൾ. അന്ന് കാര്യങ്ങൾ സംഭവിച്ചു, കഷ്ടകാലത്തിന് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു, തീർന്നു. നമ്മൾ ആ പോരാട്ടത്തിൽ ജയിച്ചു. ഞങ്ങളെല്ലാം അന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. ആദ്യം അറസ്റ്റ് ചെയ്തത് എന്റെ 84 വയസ്സുള്ള മുത്തശ്ശിയാണ്, പിന്നെ അമ്മയാണ്, പിന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിനെയാണ്, എന്നെയാണ്. അവരൊക്കെ പ്രായം കൂടുതലുള്ളതുകൊണ്ട് അവരെ വിട്ടു. ഞാനാണ് ജയിലിൽ പോയി കിടന്നത്. ഞങ്ങളുടെ കൂടെ ആദ്യം 7 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഞങ്ങൾ 5 ദിവസം പട്ടിണി കിടന്നു, വീണ്ടും അറസ്റ്റ് ചെയ്ത് കിടന്നു. അതുകൊണ്ട് ഇന്നും ഇന്നലെ നാളെ എല്ലാം ആ പോരാട്ടത്തെ അഭിമാനത്തോട് ഓർക്കുകയും സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധിന്യായം ഞങ്ങൾ വിശ്വാസത്തിന്റെ പാതയിൽ, അയ്യപ്പ വിശ്വാസത്തിന്റെ പാതയിൽ മറികടന്നതാണ്. അതിൽ അഭിമാനമാണ്. അതിൽ ഏറ്റവും കൂടുതൽ തിരിഞ്ഞു നോക്കുമ്പോൾ സുപ്രീം കോടതിയുടെ വിധിന്യായം അന്ന് ഓർമ്മ കാണുന്ന താങ്കൾക്കൊക്കെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിരായിരുന്നു. കാര്യം ആർക്കും സുപ്രീം കോടതിയുടെ വിധി എതിർക്കാനുള്ളൊരു ധൈര്യം വന്നില്ല. പക്ഷേ നമ്മൾ പോലീസുകാർക്കെതിരെ, രാഷ്ട്രീയക്കാർക്കെതിരെ, തെറ്റായ കോടതി വിധിക്കെതിരെ അടക്കം പോരാടി വിജയം യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയതാണ്. അന്ന് കനകദുർഗയോടും ബിന്ദു അമ്മണിയോടും രഹന ഫാത്തിമയോടും പോലും ദേഷ്യമല്ല, പിന്നെ മഞ്ജുവിനോട് എന്തിനാ ദേഷ്യം? അതുകൊണ്ടാണ് നമ്മുടെ ബിന്ദു അമ്മണി ആരോ പേപ്പർ സ്പ്രേ ഉപയോഗിച്ച് അടിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്തു. ഞാൻ അവരെ വിളിച്ച് ക്ഷമ പറഞ്ഞു. അവരെ വിളിച്ച മാത്രമല്ല, ഏതോ ചാനൽ ചർച്ചയിൽ പരസ്യമായിട്ട് ഞാനോട് ക്ഷമ പറയുണ്ടായി. നമുക്ക് അവർ ചെയ്ത ആക്ടിനോട്, അവർ ചെയ്ത കാര്യത്തോട്, കർമ്മത്തോട് ഭയങ്കര എതിർപ്പുണ്ട്, വിയോജിപ്പുണ്ട്, നമ്മുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയാണ് എന്ന് പറഞ്ഞ് അവരെ കായികമായി കൈകാര്യം ചെയ്യുകയല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് മഞ്ജുവിനും എന്നാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് വീണ്ടും ഈ വിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇപ്പോ വിശ്വാസത്തെ കൂട്ടുപിടിച്ചാൽ മാത്രമേ വോട്ട് നേടാൻ പറ്റൂ എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയതായിട്ട് തോന്നുന്നുണ്ടോ? ഇത് ഒരു തെറ്റായ നറേറ്റീവാണ്. എന്നും ഓർക്കുക, നമ്മുടെ നാട് മതേതരമല്ല, നമ്മുടെ നാട് മതസൗഹാർദ്ദമാണ്. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് മതേതരത്വവും മതസൗഹാർദ്ദവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് വേണ്ടത് മതസൗഹാർദ്ദമാണ്. നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിരിക്കുന്നത് എന്താ? ഈ കാവി കുങ്കുമം എന്ന് പറയുന്നത് ത്യാഗവും ധീരസന്നദ്ധതയും, വെള്ള എന്ന് പറഞ്ഞാൽ സമാധാനം, പച്ച എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ടി, ഫെർട്ടിലിറ്റി എന്നാണ്. അങ്ങനെയല്ല, അത് കള്ളമാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏപ്രിൽ 13, 1921 ഇന്ത്യയുടെ അച്ഛനായ മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അച്ഛനായ മഹാത്മാഗാന്ധി കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ട്, ഇത് കാണിക്കുന്നത് ഹിന്ദുക്കളെയാണ്, ഈ വെള്ള കാണിക്കുന്നത് ക്രിസ്ത്യാനികളെ, ന്യൂനപക്ഷങ്ങളെയാണ്, പച്ച കാണിക്കുന്ന മുസ്ലിങ്ങളെയാണ്. ഏപ്രിൽ 13, 1921 യങ് ഇന്ത്യ. ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോകണം. ഇതിനെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കാം, സമുദായങ്ങളെ ഒരുമിപ്പിക്കൽ എന്ന് വിളിക്കാം, മതസൗഹാർദ്ദം എന്ന് വിളിക്കാം, എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എന്താണ് കേരളത്തിന്റെ രാഷ്ട്രീയം? കേരളത്തിൽ കൃത്യം കണക്ക് പറഞ്ഞാൽ 50 മുതൽ 55% വരെയാണ് ഹിന്ദുക്കൾ, 17.5 മുതൽ 18% വരെയാണ് ക്രിസ്ത്യാനികൾ, 27 മുതൽ 29% വരെയാണ് മുസ്ലിങ്ങൾ. ഇതാണ് നമ്മുടെ കേരളം. ഈ ഹിന്ദുക്കളിലെ 50 മുതൽ 55% ഏകദേശം 10 മുതൽ 12 മുതൽ 15% വരെ സവർണ ഹിന്ദുക്കൾ, നായന്മാര്, ബ്രാഹ്മണര്, ക്ഷത്രിയർ എല്ലാം കൂടി ചേർന്ന സവർണ ഹിന്ദുക്കൾ. ഏകദേശം 20 അല്ലെങ്കിൽ 22-24% ഈഴവ, തീയ വിഭാഗങ്ങൾ. ഈഴവ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിലും, തീയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലബാർ ഭാഗത്തും വിളിക്കുന്ന വിഭാഗങ്ങൾ. പിന്നീട് നമ്മുടെ ഇടയിൽ ദളിത് സമൂഹം, SC/ST സമൂഹമുണ്ട്, നമ്മുടെ പുലയ സമൂഹം, അല്ലെങ്കിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്, വിശ്വകർമ്മജരുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർന്ന 1,80,00,000 ഹിന്ദുക്കൾ, ഏകദേശം 70 ലക്ഷം അല്ലെങ്കിൽ 65 മുതൽ 75 ലക്ഷം വരെ ക്രിസ്ത്യാനികൾ, ഏകദേശം 95 ലക്ഷം മുതൽ 1 കോടി വരെ മുസ്ലിങ്ങൾ. ഇതാണ് കേരളം. ഇവരെല്ലാം കൂടി ഒരുമിച്ച് പോവുക, ഇതാണ് രാഷ്ട്രീയം. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തെ കൂട്ടുപിടിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. വർഗീയതയെ കൂട്ടുപിടിക്കാതിരുന്നാൽ മതി. അതായത് ഞാൻ വിശ്വാസിയാണ്. വർഗീയത എന്ന് പറഞ്ഞാൽ എന്താ? സ്വസമുദായത്തോടുള്ള സ്നേഹമല്ല വർഗീയത, അന്യമതത്തോടുള്ള വിരോധമാണ് വർഗീയത. അയ്യപ്പന്റെ പാതയാണ്. അയ്യപ്പന്റെ പാത എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ വെളുത്ത വാവർ, ഇതാണ് അയ്യപ്പന്റെ പാത. പണ്ടത്തെ അയ്യപ്പന്റെ പാത ഇതാണ്. അന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ വലിയൊരു നേതാവോ അല്ലെങ്കിൽ വലിയ പ്രാതിനിധ്യമാണ് വാവർ. അതാണ് വാവരി സ്വാമി എന്നൊക്കെ വിളിക്കുന്നത്, വാവർ. അന്നത്തെ ക്രിസ്ത്യൻ സമൂഹത്തിലെ അർത്തുങ്കൽ, ആലപ്പുഴ അർത്തുങ്കൽ ഭാഗത്തെ വലിയൊരാളാണ് വെളുത്ത എന്ന് പറയുന്നത്, വെളുത്തച്ഛൻ എന്നാണ് വിളിക്കുന്നത്. വെളുത്ത അയ്യപ്പൻ, വാവർ, വെളുത്ത എന്ന് വിളിച്ചാൽ മതി. ഇനി മഹാത്മാഗാന്ധി, മൗലാന ആസാദ്, ചാൾസ് ഫ്രീ റൺറൂസ് എന്ന് വിളിച്ചാൽ മതി. പേരെന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ഇതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തെ സത്യസന്ധമായി മനസ്സിലാക്കി പ്രവർത്തനത്തിൽ എത്തിച്ചാൽ മതി. അതിന് ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം എന്ന ഐക്യം വേണം.